വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. സുവിശേഷകൻ CJ മനുവേൽ. ബാല്യത്തിലെ കാഴ്ചയ്ക്ക് വൈകല്യം സംഭവിച്ചുവെങ്കിലും ദൈവം പകർന്ന ഉൾക്കാഴ്ചയുമായി കേരളത്തിനകത്തും പുറത്തും അനേകായിരങ്ങൾക്ക് സുവിശേഷ വെളിച്ചം പകർന്ന ദൈവദാസൻ. പ്രായവും ജീവിത പ്രതിസന്ധികളും മറികടന്ന് ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി തെരുവോരങ്ങളിൽ നിൽക്കുവാൻ ഇന്നും കൊതിക്കുന്ന ഈ സുവിശേഷകന്റെ ജീവിതം ദൈവിക കരുതലിന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നതാണ്. നിസ്സഹായ ബാല്യത്തിൽ അനാഥമാക്കപ്പെടേണ്ട ജീവിതത്തെ ചേർത്ത് പിടിച്ച ദൈവം പതിറ്റാണ്ടുകളായി തന്നെ നടത്തുന്ന അത്ഭുത വഴികളെക്കുറിച്ച് സുവിശേഷകൻ CJ മനുവേൽ പറയുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഹാർദവമായി വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ആഴ്ചകളിലും ഓരോ ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ അവരുമായി ചോദിച്ചറിയുകയും അവർ തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. ഈ പ്രോഗ്രാം എല്ലാ പ്രോഗ്രാമും ഒന്നും മിസ്സാക്കാതെ കാണുന്ന ധാരാളം ആൾക്കാർ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതിൽ വളരെ സന്തോഷം. ഈ ദിവസവും അങ്ങനെ ഒരു ഇൻ്റർവ്യൂവുമായിട്ട് നിങ്ങൾ മുമ്പിൽ വരികയാണ്. ഇന്ന് നമ്മോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ കേരള പെന്തക്കോസ്ത് സഭകൾക്ക് വളരെ സുപരിചിതനായ, ദീർഘകാലം കർത്താവിൻ്റെ വേല ചെയ്ത് അത് ആയിരക്കണക്കിന് പരസ്യയോഗങ്ങളും അതുപോലത്തെ കൺവെൻഷനുകളും പ്രസംഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നെടും തൂണായി കർത്താവ് നിർത്തിയ ഒരു അഭിഷക്തനാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം എന്നുള്ളതുപോലെ പാസ്റ്റർ CJ മാനുവേൽ. ഈ കർത്തവദാസൻ്റെ അനുഭവങ്ങൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പലർക്കും ആവേശം പകരും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നടത്തിയ വഴികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ആഴമുള്ളവ, എത്ര അഗോചരമാണ്. നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് തുടർന്ന് കർത്താവിൻ്റെ ദാസൻ്റെ പക്കലിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. പാസ്റ്റർ, ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഇന്ന് ഞങ്ങൾ ഹാർവസ്റ്റ് TVയിൽ നിന്ന് ദീർഘകാലം കർത്താവിൻ്റെ വേല ചെയ്ത ചില അനുഭവങ്ങൾ ഞങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാസ്റ്റർ, നിശ്ചയമായിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പാസ്റ്ററിനെ പോലുള്ള ഇത്രയും ദീർഘവർഷം കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനെ ഈ ദിവസം ഞങ്ങളുമായി ഈ ഹാർവസ്റ്റ് TVയിൽ അനുഭവം പങ്കുവയ്ക്കുവാൻ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പാസ്റ്റർ, ഞാൻ ആദ്യമായി പാസ്റ്ററിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. പാസ്റ്ററിൻ്റെ രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പാസ്റ്റർ പങ്കുവയ്ക്കാമോ? രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങളെന്ന് പറയാൻ അങ്ങനെ പ്രത്യേക ഒരനുഭവങ്ങളില്ല. കാരണം ഞാൻ ജനിക്കുന്നതിന് മുൻപേ എൻ്റെ മാതാപിതാക്കൾ സത്യവചനത്തിനു വേണ്ടി ജീവിച്ചവരാകയാൽ ആ ഒരു പിറവിയിൽ വളർന്നു വന്ന് അങ്ങനെ ഞാൻ ആ ആത്മീയ അന്തരീക്ഷത്തിൽ മുൻപോട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേക ഒരു എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനും ഞെട്ടിപ്പിക്കുന്ന വലിയ സംഭവങ്ങളും കേൾക്കുന്നവരെ അതിശയം കൊള്ളിക്കുവാറുള്ള സംഭവങ്ങളും ഇല്ല. എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ട്. സാധാരണ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന നമ്മുടെ ഒരു ആത്മീയ മണ്ഡലത്തിലെ പഴക്കം അനുസരിച്ച് വിദ്യാഭ്യാസം ന്യായമായ നിലയിൽ കിട്ടി ക്രൈസ്തവ കുടുംബം ഒരു സുവിശേഷ ടീമായിട്ട് അവർ വന്നു. ഇന്നത്തെ പോലുള്ള ടീമും കാര്യമൊന്നും അന്ന് ഇല്ല, പേരുമില്ല, ഒന്നുമില്ല. അവർ ഏകദേശം 2 മാസത്തോളം അടുത്ത് ഞങ്ങളുടെ ഏരിയയിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാടിനോട് അവർ യാത്ര ചോദിച്ച് തിരിച്ചവർ അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അവരെ ചോദിച്ചു, മോനെ നീ ഞങ്ങളുടെ കൂടെ വരുന്നു? ആ കാര്യമായിട്ട് ചോദിച്ചോ തമാശന് ചോദിച്ചോ അന്നും എന്നും എനിക്കറിയത്തില്ല. ഞാൻ കുറച്ചു നേരം മിണ്ടാകുന്ന പറഞ്ഞു ആ വരുന്നെന്ന് പറഞ്ഞു.
എന്നാൽ ഇന്നത്തെ പ്രായത്തിലാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. ഇന്ന് കുറേ കൂടെ ചിന്താശേഷിയൊക്കെ ഉള്ള ഒരു സമയം. അന്ന് കൊച്ചു പയ്യനാ, 18 വയസ്സേ ഉള്ളൂ, വരുന്നെന്നങ്ങ് പറഞ്ഞു. അവരുടെ കൂടെ ഞാനങ്ങ് പോയി. എൻ്റെ വീട്ടിൽ പോലും അറിഞ്ഞില്ല. ഞാൻ സ്നാനമേറ്റില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ അവരുടെ കൂടെ പോയത് പ്രസംഗനാകുമെന്നൊന്നും വിചാരിച്ചില്ല. പാട്ടുമൊക്കെ സ്വാതന്ത്ര്യത്തിന് പാടാമല്ലോ, ഇങ്ങനെ അതിനോട്ട് പോയതാ. എന്നെ 3-4 മാസം കഴിഞ്ഞപ്പോഴവരെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് 1/4 മണിക്കൂറോളം ദൈവവചനം ഘോഷിക്കുന്ന ഘോഷകനാക്കിയാണ് എന്നെ കൊണ്ടുവരുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷമായി. വീണ്ടും അവരുടെ കൂടെ പോയി 12 പരം വർഷങ്ങളായി. അവരുടെ ഒരു മകൻ എന്നതുപോലെ വളർന്നു. ഞാൻ അറിയാത്ത നാഴികയിൽ അവർ ഭാര്യയും ഭർത്താവിടെ തീരുമാനിച്ച് എൻ്റെ പേര് നോട്ടീസിൽ വെച്ച് എന്നെ കൺവെൻഷൻ പ്രസംഗനാക്കി സ്റ്റേജിൽ കയറ്റി. അങ്ങനെയാണ് എൻ്റെ സുവിശേഷ വേലയുടെ ആരംഭം എന്ന് പറയുന്നത്. പക്ഷെ അവർ ടീമായിരുന്നോ? അവർ ടീം എന്ന് പറയാൻ അതിന് വേണ്ടി ഒന്നുമില്ല, ഫാമിലി ആയിരുന്നു. ഫാമിലിയാ. പാസ്റ്ററിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ അതെ, അതിനെക്കുറിച്ച് പറയാമോ? ഇത് ജന്മനയാണോ അതോ? അത് ജന്മന ഉള്ളതാണ്. അത് അന്നത്തെ കാലത്തെ വിദഗ്ധ ഡോക്ടർമാരെന്നൊക്കെ പറയുന്നവരെ കൊണ്ട് ചികിത്സ നമ്മുടെ നാട്ടും പുറത്ത് ഉള്ളവർ, അല്ല ദൂരോട്ടൊക്കെ പോയല്ല, അങ്ങനെ ചികിത്സകൾ ചെയ്തു. അതിലൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് എനിക്ക് അക്ഷരാഭ്യാസം ചെയ്യാനൊത്തില്ല. ഈ കാഴ്ചയില്ലാത്തവർ പഠിക്കുന്ന ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്ന അതിനും എനിക്ക് അവസരം ലഭിച്ചില്ല. മാതാപിതാക്കന്മാർക്ക് അന്ന് അത്ര അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കുക. അതുകൊണ്ടാണ് അവരെ കുറ്റം പറയേണ്ട. അവർ ജനിച്ച് വളർന്ന തലമുറയുടെ ആ പ്രായത്തിൽ നമ്മളായിരുന്നെങ്കിൽ അതേ അറിവേ നമുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് അതൊരു കുറ്റമായിട്ട് പറയേണ്ട. പക്ഷേ എന്തായാലും എനിക്കത് പഠിക്കാൻ സാധിച്ചില്ല അന്നത്തെ കാലം അതായതുകൊണ്ട്. അതെ അതെ, പഠിക്കാൻ സാധിച്ചില്ല. ദൈവ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത എന്നെക്കൊണ്ട് ദൈവം ഇത്രത്തോളം വിദ്യാഭ്യാസമുള്ളവരുടെ ഇല്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള ദൈവഹിതം എന്ന്. പാസ്റ്റർ അതുപോലെ ഈ വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോയിട്ടില്ല, പഠിക്കാൻ അങ്ങനൊരു അവസരം ഒന്നാമത് കാഴ്ചയില്ലാത്തതിന് കിട്ടിയില്ല. രണ്ടാമത് ഈ കാഴ്ചയില്ലാത്തവർക്ക് പഠിക്കുന്ന ബ്രെയിലി സിസ്റ്റം അല്ലേ? അതെ അതെ, അത് നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇല്ല. അങ്ങനെ ആ സമയത്തും പാസ്റ്ററിനെ കർത്താവ് ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ചല്ലോ അല്ലേ? അതെ. അപ്പം ഒരു ഭാഗത്ത് നമുക്ക് വിദ്യാഭ്യാസമില്ല എന്ന് ഇരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് വിദ്യാഭ്യാസമുള്ളവരോട് വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം തന്നത് തന്നെ ഭയങ്കര കൃപയല്ലേ? സ്തോത്രം അല്ലേ പാസ്റ്റർ? അതെ അതെ. ഞാൻ ഈ ദിവസങ്ങൾ കേട്ടിട്ടുണ്ട് പാസ്റ്റർ ഏറ്റവും കൂടുതൽ പാസ്റ്റർ പ്രസംഗിച്ച് തുടങ്ങുന്നത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്യങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പരസ്യയോഗത്തെക്കുറിച്ച് അതിൻ്റെ പ്രസംഗിക്കേണ്ട താല്പര്യം എന്താണെന്നൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാമോ? പരസ്യയോഗത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ശുശ്രൂഷയിൽ എല്ലാവരുടെയും കാര്യം എനിക്ക് പറയാനൊക്കെയല്ല, എൻ്റെ കാര്യം പറയാം. ശുശ്രൂഷയിൽ വളരാൻ നമ്മുടെ അതായത് നിലയില്ലാ വെള്ളത്തിൽ ചാടി നീന്ത് പഠിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പരസ്യയോഗം. കാരണം തുറസായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി നിന്ന് നമ്മുടെ സർവ്വസ്വാതന്ത്ര്യത്തിന് നമുക്ക് പ്രസംഗിക്കാം. അങ്ങനെ പ്രസംഗിച്ച് വളർന്ന് കയറി വന്നാൽ പിന്നെ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ എങ്ങും ആറപ്പ് കൂടാതെ നിന്നുകൊണ്ട് സംസാരിക്കാം. അതിന് എനിക്ക് വളരെ ഉത്തേജനം തരുന്ന ഒന്നാണ് ഈ പരസ്യയോഗം. മറ്റൊന്ന്, ഇങ്ങോട്ട് വരാത്തവനെ അങ്ങോട്ട് എന്ന് കേൾപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പരസ്യയോഗം. എനിക്ക് ആത്മാക്കളെ പലരെയും കിട്ടിയിട്ടുള്ളതും പരസ്യയോഗം കൊണ്ടാണ്. എത്രാമത്തെ വയസ്സ് മുതലാണ് പാസ്റ്റർ പരസ്യയോഗത്തിൽ പ്രസംഗിച്ച് തുടങ്ങുന്നത്? പരസ്യയോഗം 69 മുതലേ തുടങ്ങി. ഞാൻ ഇറങ്ങിയ ആ ഘട്ടം മുതലേ തുടങ്ങി ഇപ്പോഴും വരെ. അതിപ്പോൾ വരെ. പാസ്റ്റർ മറ്റേത് ശുശ്രൂഷയെക്കാളും പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇതിലാണോ? പരസ്യയോഗത്തിനാണ്. അതെ, ഞാൻ ഇപ്പോഴും എന്നെ ആരെങ്കിലും കൺവെൻഷന് വിളിച്ചാൽ തന്നെ ഞാൻ ചോദിക്കും, അവിടെ ഉച്ച കഴിയുമ്പോഴേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്താൻ വല്ല സൗകര്യമുള്ള ഏരിയയാണോ എന്ന് ചോദിക്കും. അപ്പോൾ കൺവെൻഷനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് കാണുന്നതിന് പരസ്യയോഗത്തിന് നമുക്ക് മാന്യമായിരിക്കുന്ന സീറ്റ് കിട്ടും, നമുക്ക് യോഗ്യമായ യാത്രയയപ്പ് കിട്ടും, ഇതൊക്കെ കിട്ടും. കൺവെൻഷന് പോയാൽ കാര്യം ശരിയാ, സമ്മതിച്ചു. ദൈവം നമ്മളെ അങ്ങനെ മാനിക്കുമ്പോൾ നമ്മളത് അംഗീകരിക്കാം. പക്ഷേ
അതിനകത്ത് നമ്മളങ്ങ് തൃപ്തിപ്പെടുക എന്നുള്ളതല്ല. ഒരു പരസ്യയോഗം നടത്തി ഒന്നും കയ്യിലില്ലാത്തവനായി മടങ്ങി വീട്ടിൽ വന്നാലും അതൊരു വലിയൊരു ആത്മതൃപ്തിയാണ്. പാസ്റ്റർ അപ്പച്ചന് ഇപ്പോൾ എത്ര വയസ്സാണ്? എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിയുന്ന സമയത്തും പരസ്യയോഗം എന്ന് കേൾക്കുമ്പോൾ ഇന്നും ആർത്തിയോടെ നിൽക്കുന്ന ഒരു മനസ്സ് തന്നിട്ടുണ്ടല്ലേ? അതെ, ദൈവം അതിനുവേണ്ടി വിളിച്ചു വന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കെ.എസ്. ജോർജ് പാടി, മോഹങ്ങൾ മുരടിച്ചു മോതിരക്കൈ മുരടിച്ചു മനസ്സു മാത്രം മുരടിച്ചില്ല. അവൻ പാടിയത് KPC നാടകത്തിന് പൈസയ്ക്ക് വേണ്ടി പാടിയതാ. ഞാനത് അത്രയും ഭാഗം മാത്രം അടർത്തിങ് എടുത്ത് ഇന്നും എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുക. സുവിശേഷം പറയേണ്ട മനസ്സ്, പരസ്യത്തിൽ പ്രസംഗിക്കേണ്ട മനസ്സ്, അതെ, ഇന്ന് വരെ മുരടിച്ചിട്ടില്ല. അപ്പോൾ അത് ദൈവകൃപയാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് കൊച്ചു മൈക്കില്ലായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലത്ത് ആശ്രാമം എന്ന സ്ഥലത്ത് ഒരു സഭയെ പ്രസംഗിച്ചപ്പോൾ ഞാൻ എൻ്റെ അനുഭവസാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പ്രിയ ദൈവമക്കളെ, ഒരു കൊച്ചു മൈക്കില്ലാതെ ഞാൻ വിഷമിക്കുകയാണ്. യോഗം എന്ന് വെച്ചാൽ ഞാൻ പ്രസംഗിച്ച് തീർന്നപ്പോഴത്തേക്ക് ജോൺ റിച്ചാർഡ് പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ദൈവദാസന് ഒരു പരസ്യയോഗത്തിന് മൈക്ക് വാങ്ങിക്കുവാൻ വേണ്ടി ഞാൻ ഇത്ര രൂപ കൊടുക്കുന്നു. അത് അങ്ങനെ തന്നെ ആണോ അതിൻ്റെ വില എന്നുള്ളത്? എൻ്റെ മോൻ അവിടെ നിന്ന് വില പറഞ്ഞു. ശരി, അടുത്ത ദിവസം പോയി ആ സെറ്റ് വാങ്ങിച്ചേക്കണം, ഞാൻ എൻ്റെ വാക്കുകാരും ക്രമീകരിച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു. അപ്പം നമ്മുടെ ദാഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമെന്ന് നമുക്ക് അനുഭവം കൊണ്ട് എടുത്തു പറയുവാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷേ പരസ്യത്തിന് പ്രസംഗം പോകുമ്പോഴേ ആദ്യകാലങ്ങളിലൊക്കെ പോകുമ്പോൾ എങ്ങനെ ഒറ്റയ്ക്കാണോ ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ? എത്ര പേര് ഒരു പക്ഷേ കൂടെ ഉണ്ടായിരിക്കും പരസ്യത്തിൽ പ്രസംഗിക്കാൻ? ഒരാളും കൂടെ ചിലപ്പോൾ കൂടെ കാണും, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. ഒറ്റയ്ക്കായിട്ട് ഞാൻ പോയിട്ടില്ല. കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളത്? അതെ, ഒറ്റയ്ക്കായിട്ട് ഞാൻ പോയിട്ടില്ല. രണ്ടുപേരാണെങ്കിലും പ്രസംഗിക്കും അല്ലേ? രണ്ടുപേരാണെങ്കിലും. ഇനി ഒറ്റയ്ക്ക് പോയി പ്രസംഗിച്ചൊരു സമയം ഒരിക്കലും ഉണ്ടായി. കാരണം ഒരാൾ കൂടെ വരാമെന്ന് വാക്ക് എല്ലാം ഉറപ്പിച്ചു തന്നു. വിദേശി പോയി മൈക്കുകാരനെ കണ്ട് മൈക്കെല്ലാം പറഞ്ഞ് ജോഡിപ്പിച്ചു, ഞാൻ അങ്ങ് എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് മൈക്ക് ഓടിച്ച് സമയം അങ്ങ് പോകുന്നു. ഞാൻ പാട്ടുപാടി, ഞാൻ വിചാരിച്ച അയാൾ വരുമെന്ന്. അവിടെ പാട്ട് പാടി, പിന്നെ ഞാൻ തന്നെ പ്രാർത്ഥിച്ച്, ഞാൻ തന്നെ പ്രസംഗിച്ച്, ഞാൻ തന്നെ അവസാനം ചെയ്തു. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ, അടുത്ത് ഞാൻ വളരെ പ്രധാനമായിട്ടൊരു ചോദ്യം പാസ്റ്റർ ചോദിക്കാം. പാസ്റ്റർ, ഈ പരസ്യയോഗമാണ് ഏറ്റവും കൂടുതൽ പാസ്റ്റർ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പരസ്യയോഗത്തിൽ കൂടെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതായിട്ട് അറിവുണ്ടോ? പരസ്യയോഗത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ടതായിട്ട് അറിവുണ്ട്. പക്ഷേ ഞാൻ പറയാം, അത് ഒരു പക്ഷേ ധാരാളം പേർ പരസ്യം പ്രസംഗം കേട്ട് പോകുന്നുണ്ട്. പക്ഷേ എടുത്ത് പറയത്തക്ക രീതിയിൽ ആരെങ്കിലും പിന്നത്തേതിൽ പാസ്റ്ററിൻ്റെ അടുക്കൽ നിന്ന് സാക്ഷ്യം പറയുകയോ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാമോ? പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് കോന്നി ലോഡിങ് പാപ്പച്ചൻ എന്ന് പറയുന്ന മാന്യ ദൈവദാസൻ. അദ്ദേഹം ലോഡിങ്ങുകാരനായിരിക്കുമ്പോഴാണ് ഞങ്ങൾ കോന്നി അവരുടെ വീടിനടുത്ത് അട്ടച്ചാക്കൽ എന്ന് പറയുക ഗ്രാമത്തിൻ്റെ സ്ഥലപ്പേര്, അവിടെ ചെന്ന് പരസ്യം നടത്തിയപ്പോൾ കുടിയും കഴിഞ്ഞു വന്ന് അവിടെ വെറ്റിൽ കുമ്പാരത്തിൽ ഇരിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ ആ കടവരാന്തയിൽ തന്നെ രാത്രി കിടക്കാനിരിക്കും. കാരണം അല്ലാതെ എങ്ങോട്ട് പോകാൻ ഒരു പരിചയവും ഇല്ല, ഒന്നുമില്ല. ഉടനെ ആൾക്കാർ ചോദിച്ചു, നിങ്ങളെങ്ങോട്ട് പോകുന്നു? ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പരിചയമില്ല, ഇനി ദൂരോട്ട് പോകാൻ ഇപ്പോൾ വണ്ടിയില്ല, വണ്ടിയുടെ സമയമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ മെറ്റൽ കൂമ്പാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, യേശു പാപിയുടെ കൂടെ പാർക്കാൻ വേണ്ടി പോയെന്ന് ഇങ്ങനെ ഉപദേശിമാരൊക്കെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ഒരു മദ്യപാനി ലോഡിങ്ങുകാരനൊക്കെ എൻ്റെ കൂടെ വരാമെങ്കിൽ കിടക്കാൻ ഇടം തരാം, ഭക്ഷണം തരികയല്ലെന്ന് പറഞ്ഞു. കാരണം അയാൾ തന്നെയും വർഷങ്ങളായി അയാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ ഇടം തരാം. ഞങ്ങൾ മടിച്ചു, എങ്ങനെ ഇവൻ്റെ നിപ്പ് കണ്ടിട്ട് കൂടെ പോകുന്നത് എങ്ങനെ? അപ്പോൾ എൻ്റെ കൂടെ കാഴ്ചയുള്ളവരോട് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, പോകുന്നതാണ് നല്ലത്, അവൻ എന്തെങ്കിലും ലെവൽ വിട്ട് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങൾ മനസ്സിലാവാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നല്ലത്. അതെ. അങ്ങനെ അയാളുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് കതകിനെ മുട്ടിയപ്പോൾ 2 പിഞ്ചോമന പെൺകുഞ്ഞുങ്ങൾ വന്ന് കതക് തുറന്നു. അവർക്ക് എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ, സന്തോഷം എന്നോ, കാരണം ഇരുൾ നിറഞ്ഞ വീട്, ജീവിതം ആകപ്പാട്. ഞങ്ങൾ കൊണ്ട് അയാളുടെ ഭാര്യ കിടക്കുന്നത് കാണിച്ചു. ഒരു ഡ്രമ്മിൻ്റെ കമ്പിൻ്റെ ഒരറ്റം പന്തം കൊടുത്തിരിക്കുന്ന എന്നതുപോലെ തലയും പല്ലും കണ്ണും മാത്രമുണ്ട്, ബാക്കി ശരീരമെല്ലാം ക്ഷീണിച്ച് കിടക്കുക. വന്ന് ഞങ്ങളവിടെ ഇരുന്ന്
ഡ്രമ്മൊക്കെ എടുത്ത് വെച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചു. അയൽവാസികളെ കൂടി വന്ന് അവിടെ കുറിയലേശം ചൊല്ലുകയല്ലാതെ അവിടെ ഇങ്ങനെ ശബ്ദം കേട്ടിട്ടേ ഇല്ല. അവരോട് ദൈവവചനം പ്രസംഗിച്ചു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, സഹോദര, നീ അനുവദിച്ചാൽ ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് ഈ വീടിൻ്റെ പരിസരത്ത് ദേശത്തൊക്കെ ഞങ്ങൾ സുവിശേഷ വേല ചെയ്യാം. വൈകിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കിടക്കാം, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അയാളുടെ ഭാര്യ അന്നേരം അയാളോട് മിണ്ടുന്നെന്ന് പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം. അതൊക്കെ പിന്നെ അറിയുന്നത്. കൊടന്ന് ഒന്നുമില്ലെങ്കിൽ ഈ പാട്ടും പ്രാർത്ഥനയും കേട്ടെങ്കിലും എൻ്റെ പ്രാണൻ പോകട്ടെ എന്ന് അയാൾ പറഞ്ഞു. ശരിയാകട്ടെ എന്ന് പറഞ്ഞു. അയാൾ ഞങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ടിങ് വരും. അങ്ങനെ ഞങ്ങൾ അവിടെ 7 ദിവസം താമസിച്ചു. 8ാമത്തെ ദിവസം ഞങ്ങൾ പോകുമ്പോഴും അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം നിൻ്റെ ഭാര്യ അത്ഭുതകരമായി വിടുവിക്കും, നീ കർത്താവിൻ്റെ സാക്ഷിയായി തീരണം. അവന് പള്ളിയെന്തുവാ പട്ടമെന്തുവാന്ന് പോലും അറിയത്തില്ല. 2 കുഞ്ഞുങ്ങളുണ്ടായ 2 പേരെയും ശിശുപ്രതിഷ്ഠയ്ക്ക് വേറെ ആൾക്കാരെ അപ്പൻ സ്ഥാനത്ത് നിന്ന് പള്ളിയിൽ കൊണ്ടുപോയത്. അങ്ങനെ എന്നാൽ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് പോയി. പിന്നെ ഒരു മുതലാളി ചെങ്ങന്നൂരിൽ നിന്ന് ലോറിയായിട്ട് വന്നവനെ അച്ചൻകോവ് വനത്തിലേക്ക് ലോഡിക്കിന് കൊണ്ടുപോയി. പോയിട്ട് അവൻ കോന്നി വന്ന് പഴയതുപോലെ കുടിച്ച് അവിടെ നിന്ന് ഒരു കാർ പിടിച്ച് അവൻ വീട്ടിൽ വരുമ്പോൾ റോഡിലെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ കണ്ടു. പുള്ളി വരച്ച പുള്ളിയുടെ ഭാര്യയുടെ സഹോദരിമാരാരും പറഞ്ഞതായിരിക്കുമെന്ന്. പക്ഷേ വീട്ടിൽ ചെന്നിട്ടും വേറെ ആരും ഉള്ളതായിട്ട് ഒരനുഭവം ഇല്ല. അപ്പോൾ പുള്ളി മോളെ വിളിച്ച് ചോദിച്ചു. അവൾ പറഞ്ഞു, ചാച്ചൻ ഇവിടുന്ന് പോയ ശേഷം മമ്മി എഴുന്നേറ്റ് ഞങ്ങളെ കുളിപ്പിച്ച് ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ടാക്കി തന്നെ സ്കൂളിൽ വിടും. പഴയതുപോലെ കണ്ണുരുട്ടി കാണിക്കത്തില്ല. ആ കണ്ണുരുട്ടി കാണിക്കുന്നത് പറയാൻ കാരണം ഇവർ എപ്പോഴാണെന്ന് അറിയത്തില്ല, രക്തം ഛർദ്ദിക്കും. ഛർദ്ദിച്ചങ്ങ് മറിയുവാങ്ങ്. അപ്പോൾ കണ്ട ദൃഷ്ടിയൊക്കെ അങ്ങ് വല്ലാത്ത നിലയിൽ പോകും. അതിനാ കുഞ്ഞുങ്ങൾ മമ്മിയെ ഞങ്ങളെ കണ്ണുരുട്ടി കാണിക്കല്ലേ എന്ന് പറഞ്ഞ് അവർ പേടിച്ച് കിടന്ന് അലർക്കരയും. ഇങ്ങനെയുള്ള ഇപ്പം ഞങ്ങളെ കണ്ണുരുട്ടി കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവൾ ചിന്തിച്ച് ഇതിൻ്റെ കാരണം എന്താ? ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ആഴ്ചകൾക്ക് മുമ്പുള്ള കാര്യം ഓർമ്മ വന്നു. നിൻ്റെ ഭാര്യയെ ദൈവം അത്ഭുതകരമായി വിടുവിക്കും. ഈ വാക്ക് അയാൾ എങ്ങോട്ടും മുഖം തിരിച്ചാലും ഇത് തന്നെ ഹൃദയത്തിൽ വന്നങ്ങ് അലയടിക്കുക. അയാൾ കസേരയെന്ന് താഴെ ഇറക്കി മുട്ടുമുടക്കിയിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അറിയാവുന്ന രീതിയിലൊക്കെ പൊട്ടിക്കരഞ്ഞ് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തെയും പിള്ളേരും കൂടെ ഓടി വന്ന് എന്തുവാ കാര്യം എന്ന് പുള്ളിക്കാരൻ എഴുന്നേറ്റ് അവരുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് പറഞ്ഞ് ആരംഭിച്ചത് കൃപയാൽ ഇന്നയോളം അത് കൊണ്ടോടുന്നു. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുൻപ് ആ പുള്ളിക്കാരത്തി വേല തികച്ച് മഹത്വത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം ഇപ്പോഴും നല്ല ദീപ്രവാദിയായി കർത്താവിന് വേണ്ടി ഓടി അധ്വാനിക്കുന്നു. കർത്താവിൻ്റെ വേലയിലാണോ? അതെ, കർത്താവിൻ്റെ വേലയിലാണ്. 2 പെൺകുഞ്ഞുങ്ങളെ. മൂത്ത മോള് 2006 മരിച്ചുപോയി. പിന്നെ ഇളയ മോള് അവൾ ഇവിടെ കോന്നി ബഗയാർ ഭാഗത്തുണ്ട്. ഇത് പാസ്റ്റർ പരസ്യയോഗം നടത്തിയപ്പോൾ കിട്ടിയ ദൈവപ്രവൃത്തിയാണ്. അതെ 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 അതെ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ മറ്റേതെങ്കിലും അനുഭവങ്ങൾ കൂടെ പറയാനുണ്ടോ? അതിനകത്തുകാരനായ ജോർജ് മാത്യു. ഇതും പാസ്റ്റർ പരസ്യയോഗത്തിന് പോയതാണ്. പരസ്യയോഗത്തിന് പോയതാണ്. എവിടെ അത്? അത് പത്തനംതിട്ടയ്ക്ക് അടുത്ത് കൊടുമണ്ണം എന്ന് പറയും. കൊടുമണ്ണം അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി യോഗത്തിന് വിളിച്ചതാ. അപ്പം എനിക്ക് പരസ്യയോഗ താല്പര്യം ഉള്ളതുകൊണ്ട് അവർ പരസ്യയോഗം കൂടെ സംഘടിപ്പിച്ചു. ആ പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നവിടെ മതിലെ ചാരി നിന്നു. ഇതൊക്കെ പിന്നെ അവർ സാക്ഷി പറയുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ പരിശോധന നടത്തി നമ്മളതിൻ്റെ അവിടുന്ന് ആ യോഗം നടക്കേണ്ട ആലയത്തിലേക്ക് അങ്ങ് പോയി. പരിശോധന കഴിഞ്ഞിട്ട് ഇത് പിന്നെ 90-ലായിരുന്നു. 90-ൽ ഇത് നടന്നു. 2008-ലാണ് ഈ സംഭവം നമ്മൾ പുറത്തറിയുന്നത്. 90-ൽ നടന്ന സംഭവം 2008-ലാണ് നമ്മൾ അറിയുന്നത്. ദൈവപ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ. പാസ്റ്റർ പ്രസംഗിച്ചിട്ട് പാസ്റ്റർ പോയി. ഞാൻ പോയി. എന്തായിരുന്നു സംഭവം? അപ്പം 2008-ൽ ഞാൻ അടൂർ മിത്രപുരം സ്ഥലത്ത് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഈ ആളവിടെ ഉണ്ട്. എനിക്ക് ഈ ആളിനെ എനിക്കറിയത്തില്ല. ജോർജ് മാത്യു. പുള്ളിക്ക് സമയം കൊടുത്തു. പുള്ളി പറഞ്ഞു, ഞാനിവിടെ ചില വർഷങ്ങൾ സഭ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ വന്ന് പലപ്പോഴും വചനം ഘോഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എൻ്റെ ആത്മീക പിതാവ് ദൈവവചനം സംസാരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനല്ലാതെ പിന്നെ അവിടെ വേറെ അതിഥികളാരും ഇല്ല. അപ്പോൾ ആരായി ആത്മീക പിതാവ്? അങ്ങനെ പുള്ളി ഇവിടെ എടുത്തു പറയുക,
അദ്ദേഹം വിചാരിക്കും ഇപ്പോൾ ആരാ ആത്മീയ പിതാവെന്ന്. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒരു ചരിത്രം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അല്പസമയം സാക്ഷിയിലേക്കൊന്ന് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ ഇത്രയും വർഷാകലമുള്ള കേസ് കെട്ട് നമ്മൾ അന്നേരം അറിയുന്നത്. സ്തോത്രം. അന്ന് പ്രസംഗിച്ചു. അതെ അതെ. എന്തുവായിരുന്നു സംഭവിച്ചു? എന്തുവായിരുന്നു? പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെ കണ്ട് പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി അവിടെ വന്നതാണ്. പിന്നെ കാരണം സമാധാനമില്ലാതിരുന്നപ്പം പുള്ളി പലരോടും സമാധാനത്തിൻ്റെ വിഷയം പലരോടും ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്. ആരും ഒരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഇനിയിപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത്, ആത്മഹത്യ തന്നെ കാരണം വാറ്റും കുടിയും നടത്തി കച്ചവടം നടത്തി നോക്കി, അങ്ങനെ പലതുമൊക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയും ഉണ്ടായില്ല. ഇനി ആത്മഹത്യ അല്ലാതെ രക്ഷയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ വന്നത്. അത് ഏറ്റവും മുഖ്യമായ വിഷയം പുള്ളിയെ ചിന്തിപ്പിച്ചത്, ഇവിടെ കാഴ്ചയില്ലാത്തയാൾ ഞാൻ നിൽക്കുന്നിടത്തോട്ടാണ് കൂടുതൽ സമയവും വിരൽ ചൂണ്ടുന്നത്. അതാണ് പുള്ളിക്കാരനെ വളരെ പ്രസംഗിക്കുമ്പോൾ കൈ ചൂണ്ടുവാണ്. അതെ അതെ. അത് കക്ഷിയുടെ നേരെയാണ്. അത് കക്ഷിയുടെ നേരെയാണ്. അത് പാസ്റ്റർ അറിയുന്നില്ല. ഇല്ല. ഓക്കെ. നമ്മളൊരു പ്രസംഗം കാഴ്ചയില്ലാത്തോണ്ട് അറിയുന്നില്ല. ഇല്ല. ഇനി കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആളാരാ എന്തോന്നോള് അറിയുന്നില്ലല്ലോ. ഒരു പക്ഷേ ഇങ്ങനെ ഏറ്റവും പോയി കാണും, മതിലെ ചാരി അവിടെ ആൾ നിൽക്കുന്നത് കാണും. ഇതല്ലാതെ ഈ ആളിന്റെ നിലവാരങ്ങൾ എന്താണെന്ന് ആത്മഹത്യക്ക് പോകുന്നതല്ല നമുക്ക് അറിയത്തില്ലല്ലോ. ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും അറിയാത്ത ഒരു നിലയിൽ അന്ന് വിരളി ഉണ്ടെന്നല്ല അവൻ്റെ നേരെയാണ്. അതാണ് പുള്ളിക്കാരനെ പിടിച്ചത് കുലുക്കി ചിന്തിപ്പിക്കുവാൻ ഇടയായത്. ഇനി മറ്റ് ആത്മീയ രംഗത്ത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു സംഭവം, എവിടെയെങ്കിലും ചിലപ്പോൾ സംഭവിച്ചു കാണും, പക്ഷേ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം ഈ സംഭവത്തിൽ കൂടെ തന്നെ പറയാം. 90-ൽ അങ്ങനെ അയാൾ രക്ഷിക്കപ്പെട്ടു. അയാൾ മണക്കാലായി ചേർന്ന് ക്ലാസ് പഠിക്കാൻ പോയി. അവിടെ ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അനുകൂലത്തുണ്ടാകുന്നത്, അധ്യാപക വിദ്യാർത്ഥികളുടെ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇവിടെ ഞാനിതൊക്കെ വിട്ടേച്ചാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് തന്നെയാണെങ്കിൽ പിന്നെ ഞാനിവിടെ ഇത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഞാൻ പോവാന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് വന്ന് ബാഗ് വീട്ടിൻ്റെ വരാന്തയിലോട്ട് കൊണ്ട് ഇട്ടേച്ച് നേരെ ഷാപ്പിലോട്ട് അങ്ങ് പോയി. അങ്ങനെ പോയി ഇപ്പോൾ പുറകെ പുള്ളി അന്വേഷിച്ച് ആൾ വന്നപ്പോൾ ഇവിടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൻ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേച്ച് അവൻ ഷാപ്പിലേക്ക് പോവാന്ന് പറഞ്ഞ് അവൻ പോയിരിക്കുക എന്ന് പറഞ്ഞു. അവരപ്പോഴും നാണക്കേട് കൊണ്ട് അവർ തിരിച്ചങ്ങ് പോയി. അങ്ങനെ അവൻ മദ്യപാനിയും ഒക്കെ ആയിട്ട് അങ്ങനെ തീർന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ 97 മെയ് 5 മുതൽ 7 വരെ 97 മെയ് 5 മുതൽ 7 വരെ മുമ്പേ ഞാൻ പറഞ്ഞ ആ കൊടുമണ്ണ് എന്നെ കൊണ്ട് 90-ൽ പരിശോധന നടത്തിച്ചു, കൺവെൻഷൻ നടത്തിച്ചെന്ന് പറയുന്ന അവിടെ തന്നെ ആ സഭയിൽ തന്നെ ഒരു കൺവെൻഷൻ 3 ദിവസവും ഞാൻ തന്നെ അവിടെ അവൻ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് കേട്ടു. 3 ദിവസം പ്രസംഗത്തിനും അവൻ അവിടെ അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങോടുകൂടെ ദൈവം അവനെ പൊക്കിയെടുത്തു. പിന്നെ അവൻ പുനലൂർ ചേർന്ന് അവൻ പഠിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലക്കാരനായി ഇന്ന് നല്ല ആത്മീയ തീപ്പിരിയായി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് വിശ്വസ്തനല്ലേ. അപ്പം പാസ്റ്റർ ഈ പരസ്യവും നടക്കുമ്പോൾ ഇത് പറഞ്ഞ അനുഭവങ്ങൾ മാത്രമേ പാസ്റ്ററിന് ഉള്ളൂ. ഇനി പറയാത്ത എത്രയോ പേർ പല സ്ഥലങ്ങളിൽ കാണും കർത്താവിൻ്റെ വേലയിൽ. അതെ 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 അതെ. എനിക്ക് പിന്നെ എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ ഈ ചുരുക്കമേ പറയാനുള്ളെങ്കിലും അത് പറയാനുള്ളത് തന്നെ ആയിരിക്കണം. അത്രയാണ് എൻ്റെ നിർബന്ധം. അല്ല വലിച്ചുവാരി ഒരു ഒത്തിരി അവിടെ പ്രവർത്തിച്ച് ഇവിടെ പ്രവർത്തിച്ച് എത്ര പേര് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥമായില്ല. ഒരെണ്ണയേ ഉള്ളൂ. ആ ഒരു കർത്താവ് പറഞ്ഞ പോലെ അല്പമേ വേണ്ടൂ എന്ന് വെച്ചാൽ ഒന്ന് മതി എന്ന് പറഞ്ഞതുപോലെ ആ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായുള്ള ഒരു വിഷയമായിരിക്കണം. അങ്ങനെ ജോർജ് മാത്യു ആ നിലയിൽ വന്നു. പിന്നെ പരിശീലനം കൊണ്ട് ഉള്ള ഒന്നാണ് ഇവിടെ കോട്ടയം പുതുപ്പള്ളിക്ക് തെക്കേ വശം അഞ്ചേരി എന്ന് പറയും. അവിടെ ഒരു മാർക്സിസ്റ്റ് സഖാവ് ഡൈനാമിറ്റിൻ്റെ ജോലി അയാൾക്ക് പ്രധാനമായിട്ടുള്ളത്. അയാൾ ഞാനൊരു ദിവസം ഈ കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അത് ഇയാൾക്ക് ഇഷ്ടമായി തോന്നി. അത് തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ ഒരു ദിവസം വൈകിട്ടത്തെ ഊണ് ഇയാൾ ഞങ്ങൾക്ക് ടീമായിട്ട് തരികയുണ്ടായി. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ തൻ്റെ മഹത്വത്തിന് വേണ്ടി സന്ദർശിക്കും,
നീ അത് പാഴാക്കി കളയാതെ പ്രയോജനപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, രക്ഷിക്കപ്പെടാതെ നടന്ന് ചെയ്താലും അതിനുള്ള പ്രതിഫലം കിട്ടും. എവിടെ? ഭൂമിയിൽ. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവചനം അനുസരിച്ചെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അവൻ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ കാണെ അവൻ രക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയില്ല. നമ്മൾ പറഞ്ഞു, അവനതെല്ലാം കേട്ടേച്ച് പോയി. പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ ദൈവഭാഗത്ത് ദൈവകൃപയാലുണ്ട്. അങ്ങനെ ഇങ്ങനെ പല വ്യക്തികൾ ഇവൻ പരസ്യയോഗത്തിൽ കൂടെ മാത്രം രക്ഷിക്കപ്പെട്ടവരല്ല. അതെ അതെ. ഇതൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് പാസ്റ്ററിന് മനസ്സിലാകുന്നത്. അതെ അതെ. ഇതുപോലെ പറയാത്ത ഒത്തിരി പേര് കാണും അല്ലേ? പക്ഷെ ഇതുപോലെ പറഞ്ഞിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ പാസ്റ്റർ ശുശ്രൂഷയിൽ ഈ പരസ്യയോഗത്തിൽ കൂടെ കർത്താവിൻ്റെ വേലിലേക്ക് വന്നവർ? അത് മങ്ങാട്ടെ ശാരോൻ സഭയിൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയതാ. 2013 പൂയപ്പള്ളി ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നു. ഞങ്ങളുടെ ടീമാണ് പാടിയതും ഞങ്ങളുടെ മൈക്ക് സെറ്റാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഷമീർ ഭാഷയുടെ കാറയിലാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരുന്നത്. ഒരു ചെറുപ്പക്കാരൻ ആ കാറയിരുന്നോണ്ട് പറഞ്ഞു, അപ്പച്ച രക്താംബരമ്പോൾ കടും ചുവപ്പായിരുന്നതിനോട് ആ പാട്ടൊന്ന് പാടാവോ അപ്പച്ച? ഞാൻ പറഞ്ഞു, എന്താ പാടാമല്ലോ. ഞാൻ പാടി. അന്നേരം ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മോനെ ഈ പാട്ടുമായിട്ടുള്ള വിഷയം ഉണ്ട്? പറഞ്ഞു, അപ്പച്ച വീട്ടിൽ പറഞ്ഞു കേട്ട കണക്കായില്ല, എനിക്കറിയത്തില്ല. ഒരു 23 വർഷത്തിന് മുൻപ് അപ്പച്ചൻ ഞങ്ങളുടെ അവിടെ മങ്ങാട് ശാരോനി വന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളന്ന് രക്ഷാസൈനികക്കാരാണ്. അന്ന് എൻ്റെ പിതാവ് തടിവെട്ട് കഴിഞ്ഞിട്ട്, അതായത് ജോലി പ്രധാനമായി തടിവെട്ടാണ്, കുടിച്ച് മതോമത്തനായി വരികയാണ്. വീടിൻ്റെ അവിടെ കയറുന്നിടത്ത് ഒരു മരക്കൊമ്പയെ ഹാണ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് വരുമ്പോൾ അപ്പനോട് ആരാണ്ടോ പറയുന്നതായിട്ടാണ് തോന്നുന്ന ഈ പാട്ട്. അവിടെ കീബോർഡും തബലയൊക്കെ വെച്ച് അപ്പച്ചൻ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് വളരെ പിടിച്ച് നോക്കി വീട്ടിൽ വരാൻ ഒക്കുന്നില്ല. അദ്ദേഹത്തെ ആരോ പിടിക്കുന്നത് പോലെ ആ യോഗ സ്ഥലത്തേക്ക്. അതേ യോഗ സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് യോഗം കേട്ടു. തൻ്റെ മുണ്ടിൻ്റെ കുടുംബത്തുണ്ടായിരുന്ന പിന്നെ പാക്ക് വെട്ടി പിച്ചാത്തിയും ബീഡിയും മുറുക്കാനും എല്ലാം എടുത്ത് എറിഞ്ഞ് കളഞ്ഞു. താൻ വീട്ടിൽ വന്നു. അമ്മ ചോദിച്ചു, എന്താ അത്ര താമസിച്ചുണ്ട്? അവർ നാളെ നീയും പിള്ളേരും വേഗം ഒരുങ്ങിക്കോണം, ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, നമുക്ക് യോഗത്തിന് പോകണം, ഞാൻ യോഗ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഈ 2 ആൺമക്കളും തള്ളെ അവരെല്ലാവരും ഈ കൃപയിലായി. അതിലൊരു മകൻ സുവിശേഷകൻ, ഒരു മകൻ ഗൾഫുകാരൻ. അങ്ങനെ ആയിത്തീർന്നു. അതാണ്, ആ പാട്ടാണ് ഞങ്ങളെ ഈ കൃപയിൽ കൊണ്ടുവരാൻ കാരണമായത്. അതും പാസ്റ്റർ അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ല? വർഷങ്ങൾ, 23 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ സത്യം പറഞ്ഞ പാസ്റ്റർ ശുശ്രൂഷയിൽ സാധാരണ എന്നുള്ളതിനേക്കാൾ ശുശ്രൂഷകന്മാർ പുറത്തു വരികയായിരുന്നു അല്ലേ പരസ്യത്തിൽ? അതെ അതെ. പാസ്റ്റർ അതുപോലെ ഈ കൺവെൻഷൻ പ്രാസംഗികനായ അജി ആൻ്റണി പാസ്റ്ററിൻ്റെ മാതാവിൻ്റെ മാനസാന്തരവും പാസ്റ്ററിൻ്റെ പരസ്യയോഗത്തിൽ കൂടെയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനും എൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടെ അത്തിക്കയം ജംഗ്ഷനിൽ നിന്ന് പരസ്യം നടത്തുകയായിരുന്നു. ഞങ്ങൾ 2 പേര് നിന്ന് പ്രസംഗിക്കുന്നു. അവരാ പ്രസംഗം ശ്രദ്ധിച്ചിട്ട് അവർ മനസ്സില്ലാ മനസ്സോടെ അങ്ങ് വീട്ടിൽ പോയി. കാരണം സ്ത്രീയല്ലേ, അതുകൊണ്ട് അവരങ്ങ് പോയി. ആ പോയ ശേഷം കിട്ടിയ വചനം അവർ ഹൃദയത്തിൽ യഥേഷ്ടമായിട്ട് കരുതിയിരുന്നു. അത് വെച്ചുകൊണ്ട് അയൽവാസികളായ ദൈവമക്കളോട് അവർ സഹകരിക്കുകയും, അന്നവർ RC-കാരിയായിരുന്നു. അവർ ദൈവമക്കളോട് സഹകരിച്ച് ദൈവമക്കൾ വചനം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു. ആ നിലയിൽ അവർ മുൻപോട്ട് ജീവിച്ചു വരവെയാണ്. അതിൻ്റെ പിറ്റേ വർഷം തന്നെ ദൈവം അവരുടെ ഉദരത്തെ അനുഗ്രഹിച്ച മകനെ കൊടുത്തതാണ് ഈ അജി ആൻ്റണി. അതുകൊണ്ടാണ് അജി ആൻ്റണിയെക്കുറിച്ച് എനിക്ക് എടുത്തു പറയാൻ കാതലായിട്ടുള്ള ഒരു അടിസ്ഥാന വിഷയമായിട്ടില്ല. അമ്മയിൽ നിന്ന് ഉള്ള വിഷയമേ എനിക്ക് പറയാൻ ഒക്കുന്നുള്ളൂ. എന്നാൽ ആ ഉദരത്തെ ദൈവം അനുഗ്രഹിച്ചു. ഈ തലമുറയെ ദൈവം ഒരു ശുശ്രൂഷക്കാരനാക്കി തീർത്തു. സ്തോത്രം. അങ്ങനെ ആണ്. ഏതാണ്ട് 30 ചില്ലുവാനും വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്നത്തെ ആ പരസ്യയോഗം വൃതാവായില്ല, ഒരാത്മാവ് പുറത്തു വന്നു എന്നുള്ളത്. എങ്ങനെയാണ് അറിഞ്ഞത്? പിന്നെ ആ മണന്തമണ്ണ് ഒരു കൺവെൻഷൻ എന്നെ 2005 സഭക്കാർ വിളിച്ചു. അവിടെ ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ആ ചെന്ന് പ്രസംഗം കഴിഞ്ഞ് ഞാൻ മേടയിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് വന്ദനം പറഞ്ഞു.
ഞാനും പ്രതിബന്ധനം പറഞ്ഞു. എന്നോട് ചപ്പച്ചൻ്റെ വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞു എൻ്റെ വീട് കൊല്ലം കുണ്ടറയാണ്. അവിടെയൊക്കെ അറിയുമോ എന്ന് പറഞ്ഞു. അതൊരു യാത്ര ചെയ്തിട്ടേ ഉള്ളൂ, അവിടെ ആരും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പച്ചനെ പോലെ കാഴ്ചയില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഒരു കാലത്ത് ഞങ്ങളുടെ ഈ അത്തിക്കയത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു പിടിയുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവർ നിന്ന് പ്രസംഗിച്ച് എവിടെയാ? അതിപ്പോൾ അപ്പച്ചനോട് പറഞ്ഞാലെങ്ങനെ? ഞാൻ ചോദിച്ചു. ആ റേഷൻ കടയുടെ വടക്ക് വശം അടച്ചിട്ടിരുന്ന കടയുടെ വരാന്തയിലായിരുന്നു. അവർക്കങ്ങ് അതിശയം, അതെങ്ങനെ ഈ ആളിനെങ്ങനെ പിടികിട്ടിയെന്നുള്ളത്. ഞാൻ ചോദിച്ചു, പിന്നെ അയാളെ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ പേരൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആരോടും പേര് പറഞ്ഞൊന്നും മനസ്സിലാക്കാനൊക്കുന്നില്ല. കണ്ടിട്ടില്ല. ആ ശരി എന്നാ പറഞ്ഞു. പിന്നെ എന്തായി തീർന്നു? അപ്പോഴാണ് അവർ പറയുന്നത്, അന്ന് ഞാനൊരു മഹാപാവിയായിരുന്നു, ഞാൻ ആർക്കും വഴങ്ങാത്തവളായിരുന്നു. ഞാൻ ആ വചനം കേട്ടു, കർത്താവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു, മറ്റുള്ളവരുമായി സഹകരിച്ച് ദൈവവചനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലക്കാരിയായി തീർന്നു. അതിൻ്റെ പിറ്റേ വർഷം ദൈവം എൻ്റെ ഉദരത്തെ അനുഗ്രഹിച്ച് തന്നതാണ് അജി ആൻ്റണി എന്ന് പറയുന്ന മകൻ. അവൻ ഇന്ന് കൺവെൻഷൻ പ്രസംഗകനായി ദൈവകൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ അന്ന് ആ പ്രസംഗിച്ച ആ കാഴ്ചയില്ലാത്ത ആൾ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് അവിടെ ആർക്കും ഒന്നും മിണ്ടാനൊക്കാതെ വണ്ണം ഒരു കണ്ണുനീർ കളമായി, കണ്ണുനീർ കയമായി തീർന്ന ഒരു രംഗം, ആനന്ദ കണ്ണുനീർ. എന്നാൽ ഇങ്ങനെ ഒരു ആത്മാവിനെ കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ 30 ചില്ലുവാനും വർഷത്തിന് മുമ്പുള്ള വിശപ്പ് അങ്ങ് മറന്നുപോയി. ആ ഒരു ആത്മസന്തോഷം എനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ആനന്ദ കണ്ണുനീരിൽ എന്നെ കുതിർത്ത് കളഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അജി ആൻ്റണി അവിടെ വരുന്നു. എവിടെ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വരിക. അമ്മ പറഞ്ഞു, മോനെ, ആത്മീയത്തിൽ വല്യപ്പനും കൊച്ചുമക്കളും ഇല്ലെന്ന് പറഞ്ഞാലും എൻ്റെ അപ്പനായത്, അതുകൊണ്ട് മോൻ ഇങ്ങോട്ട് വന്ന് തല അങ്ങോട്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. തല കാണിച്ചു. ഞാൻ അവൻ്റെ തലയെ കൈ വെച്ചു. പ്രാർത്ഥിച്ചൊന്നുമില്ല, ഒരു വാക്ക് പോലും പ്രാർത്ഥിച്ചില്ല. തലയെ കൈ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞു ഞാൻ കൈ എടുത്തു. എൻ്റെ കണ്ണുനീരും അവൻ്റെ തലയിൽ വീണു. സ്തോത്രം. അങ്ങനെയാണ് അജി ആൻ്റണിയുടെ ഭവനത്തിലെ ഒരാത്മീയ നിലവാരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ പരസ്യോഗം എന്നുള്ളത് എത്രയോ വിലപിടിപ്പുള്ളതല്ലേ? വളരെ വളരെ വിലപിടിപ്പുള്ള സംഗതിയല്ലേ? വളരെ വിലപിടിപ്പുള്ള സംഗതിയാണ്. കാരണം അതിൻ്റെ ഒരു സംഗതി പറഞ്ഞാൽ എൻ്റേതല്ലെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിഷയമാണ്. ഹൈറേഞ്ചിൽ കുറിയാക്കോസൻ കുടക്കച്ചറി എന്ന് പറയുന്ന ഒരു സഖാവുണ്ട്. പിന്നെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, പാർട്ടിയൊക്കെ വിട്ടു. അദ്ദേഹം ഒരിക്കൽ ഒരു ചെറിയ കൈ മൈക്കും വെച്ചൊരു MAT വണ്ടിയിൽ ഒരു ഗ്രാമത്തിൽ കൂടെ പോവുക. ഒരു സൈഡ് കൊണ്ട് പൊക്കവും റബ്ബർ തോട്ടവും, ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ നീളത്തിൽ ഒരു ഈ വയലിൻ്റെ ചില ഭാഗം കോണ് തിരിവല്ലോ, അങ്ങനെ കോണ് തിരിഞ്ഞ് ഒരപ്പം താഴ്ച ഭാഗം, ഇടയ്ക്കൂടെ ഒരു പഞ്ചായത്ത് റോഡ്. ആ റോഡ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആരും ഇല്ല. പുള്ളി നോക്കിയപ്പോൾ ആ റബ്ബറിൻ്റെ ഇടയിൽ ഒരാൾ വെട്ടുന്നു, അത് മാത്രമല്ല അവിടെ ആരുമില്ല. പക്ഷേ പുള്ളിക്കാരൻ അവിടെ പ്രസംഗിക്കണം. പിന്നെ ഇവിടെ ഇതെന്തൊരു പോഷത്വം, ഇവിടെ കടകളോ വീടോ ഒന്നുമില്ല, ഇവിടുത്തെ പ്രസംഗിച്ചാലോ. പുള്ളി മുന്നോട്ട് വണ്ടി വിടാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. ഏതായാലും അവിടെ നിന്ന് ഇനി എന്തുമായാലും ആട്ടങ്ങ് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഈ ടാപ്പിങ്ങുകാരൻ കുറച്ചു നേരം ടാപ്പ് ചെയ്യും, പിന്നെ ഈ പ്രസംഗം ശ്രദ്ധിക്കും, പിന്നെയും ടാപ്പ് ചെയ്യും. പ്രസംഗം തീർന്നപ്പോൾ അയാൾ ഇറങ്ങി വന്നു. അയാൾ ഇറങ്ങിയോട്ട് വന്നേച്ച് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന ആ റോഡിൽ മുട്ടങ്ങ് മടക്കി വെച്ച് പറഞ്ഞു, ഇന്ന് വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുവാ സഹോദരാന്ന് ചോദിച്ചു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഈ ടാപ്പിങ് എത്തിക്കൊണ്ട് അവരെ വക വരുത്തി വെച്ച് ഞാനും തൂങ്ങാനിരുന്നതാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രസംഗം കേൾക്കുന്നത്. ഇനി ഈ കത്ത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്ന കാലത്ത് ഈ കത്തി കൊണ്ട് ഞാൻ വല്ലതും ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യത്തില്ലെന്നറിയാം, അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. അതെ, കത്തി അദ്ദേഹത്തിനെ കൊടുത്തു. കത്തി പിന്നെ അദ്ദേഹം തിരിച്ചു കൊടുത്തു. ടാപ്പിക്കാനുള്ളതില്ലേ? അതെ. പ്രാർത്ഥിച്ചു. ആ മലയിൽ നോക്കി ആൾക്കാരിറങ്ങി വന്നു. രാവിലെ തുടങ്ങിയതാണ്, മണി 3 നിൽക്കുന്നില്ല. ജനം ഇറങ്ങി വരിക, പ്രാർത്ഥിപ്പിക്കുക.
അനേകർ കുറ്റമേറ്റു പറയുക. അപ്പോൾ പരസ്യയോഗത്തിൻ്റെ വില ഞാനൊരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇത് എൻ്റെ അനുഭവത്തിൽപ്പെട്ടതാ പ്രിയ മനുവേലപ്പച്ചൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പ്രസംഗത്തിൻ്റെ പോഷത്വം എന്ന് പറയുന്നത് ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്. കാഴ്ചക്കാർക്ക് പോഷത്വമായി തോന്നും, പക്ഷേ ദൈവത്തിൻ്റെ സന്ദർശന സമയമായിരിക്കും. അപ്പോൾ ആ സമയം നമ്മൾ വിട്ടുകളയരുത്. അപ്പം നമ്മൾ പരസ്യവും നടത്തുമ്പോൾ ആൾക്കാർ കേട്ടിട്ട് നമുക്ക് തോന്നുന്നു ഒരുപക്ഷെ കേൾക്കാതെ പോകുന്നു എന്നുള്ളത്, പക്ഷെ അതിൻ്റെ ആന്തരികമായി കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതെ അതെ അങ്ങനെയെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ കൂടെ രക്ഷപ്പെട്ട് കാണുന്നു. അതെ, നൂറുകണക്കിന് അഭിഷിക്തന്മാർ പ്രസംഗിക്കുകയല്ലേ. സ്തോത്രം. അതുപോലെ അപ്പച്ചൻ അടുത്തൊരു ചോദ്യം ചോദിക്കുക. ഈ അപ്പച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ പരസ്യയോഗം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പരസ്യയോഗത്തിൽ കൂടെ ഏതെങ്കിലും സഭകൾ ഉടലെടുത്തതായി പാസ്റ്റർ അപ്പച്ചൻ്റെ അനുഭവത്തിലുണ്ടോ? സഭകൾ പരസ്യയോഗത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഈ മടന്നമണ്ണ് അവിടെ ഒരു രാത്രി വിശ്രമിക്കാൻ പോയതാ. പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഓതറയ്ക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ മഴ മുഖാന്തരം വീട്ടിൽ നിന്ന് പുറത്തോട്ടേ ഇറങ്ങാൻ ഒക്കുന്നില്ല. അതിന് അടുത്തൊരു വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥന ഞാൻ നടത്തി. ഏതായാലും മഴ അങ്ങോട്ടും പോകാനും ഒക്കുന്നില്ല. പ്രാർത്ഥന നടത്തിയേച്ച് പറഞ്ഞു, ഇനി ഇതിവിടെ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ തല്ലിപ്പൊളിച്ച്. അതേ ദിവസമായിരുന്നു അത്? പിന്നെ 76-ലായിരുന്നു. ഞായറാഴ്ചയായിരുന്നു അത്. ഞായറാഴ്ച രാവിലെ ആയിരുന്നു. ഓ, ആരാധനയ്ക്ക് പോകേണ്ട സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അതെ കൂട്ടായ്മ നടത്തി. അവിടെ അതെ അവിടെ കൂടിയിരുന്നവരൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചു. അതെ അതെ അങ്ങനെ ആരംഭിച്ചു. പിന്നെ ഞാൻ കേൾക്കുന്നത് അവിടെ പിന്നെ ഒരു 50-25 അടി നീളം വീതിക്ക് ഒരാള് ന്യൂ ഇന്ത്യ തമ്പിച്ചായൻ്റെ സഭ അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ. അതെ അതെ. പരസ്യയോഗത്തിൽ ഒരുപക്ഷെ ആ രക്ഷപ്പെട്ടില്ലെങ്കിൽ കൂടെ അതെ കർത്താവ് ആ മഴ അയച്ചു, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കി. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, അതെന്താ പറയാനാ? അതെ അതെ, നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും. ആ സമയത്ത് കർത്താവ് ദാസനെ ദൈവം അവിടെ കൊണ്ടുപോവുക, അവിടെ മഴ ഉണ്ടാക്കുക, അവിടെ പ്രാർത്ഥിപ്പിക്കുക, അല്ലേ? ആത്മാവിൽ പറയുക, ഇത് നിർത്തരുത് നിങ്ങൾ പറഞ്ഞിട്ട് വരിക. ഭയങ്കരം പരസ്യയോഗത്തിൽ കൂടെ സഭകളും ഉണ്ടാകുന്നു. വേദപുസ്തകം പഠിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചാൽ പരസ്യങ്ങളിലൂടെയാണ് ആണല്ലോ സഭകൾ സ്ഥാപിക്കുന്നത്. സുവിശേഷത്തിന്റെ അന്നും ഇന്നും എന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഈ പരസ്യയോഗങ്ങൾ, അല്ലേ? മറ്റേതെങ്കിലും ഇതുപോലെ അനുഭവങ്ങളുണ്ട് സഭകൾ ഉടലെടുത്തതായിട്ട്? ഇവിടെ കുമ്പനാട് നമ്മൾ നോക്കുമ്പോൾ കുമ്പനാട് ഇഷ്ടംപോലെ സഭകളുടെ കേളിരംഗമാണ്, സ്വർഗലോകമാണെന്ന് തോന്നിയാലും അതിനടുത്തും ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ തല്ലിപ്പൊളിഞ്ഞ് പിന്നെ എറിഞ്ഞു പറഞ്ഞ് കിടക്കുന്ന ഗ്രാമങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ ജംഗ്ഷൻ്റെ തൊട്ട് പിന്നെ വടക്കേക്കര വെള്ളിക്കരയെന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ ദൈവവും ഇല്ല ദേവരും ഇല്ലാതെ കിടക്കുന്ന കുറേ ആൾക്കാർ, കുറച്ച് പേരുണ്ട്. അവർ ബ്രദറിലെങ്ങാണ്ട് പണ്ട് പോയവരാന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ യാതൊരു ഗുണവുമില്ല. അവർക്ക് ഞായറാഴ്ചയല്ല ഏത് ദിവസവും തിരിച്ചറിയത്തില്ല. അതുപോലെ പാസ്റ്റർ ഈ ധാരാളം കൺവെൻഷൻ സ്റ്റേജുകളിൽ പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്. പാസ്റ്റർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏത് വിഷയത്തിലാണ്? മൊത്തത്തിൽ പറഞ്ഞാൽ ന്യായവിധി എന്നുള്ള വിഷയമാണ് കൂടുതലും എടുക്കാർ പതിവുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിലുള്ള ന്യായവിധി, രക്ഷിക്കപ്പെട്ടാലും നീ ആ നിലയിൽ നിന്നില്ലെങ്കിൽ പിന്മാറിപ്പോയാലും വരുന്ന ന്യായവിധി. അത് ജനം ഒത്തിരി അറിഞ്ഞില്ലെങ്കിലും അത് ജനം അറിഞ്ഞിരിക്കണമെന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് അത് പറയുന്നത്. അതിപ്പോഴും തുടർന്ന് വരുന്നല്ലേ? അതെ അതെ അതെ. കാരണം ഏത് ജോലിക്കൊരു കണക്ക് തീരുവ കൂലി ഉണ്ടല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്നവൻ്റെ പര്യവസാനമുള്ള ഇതാണ് ന്യായവിധി. അത് പറയണം, അത് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഉപദേശങ്ങളിൽ കർക്കശനാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തോ? ഉപദേശ വിഷയങ്ങളിൽ വളരെ കർക്കശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപദേശം നമുക്കത് തൂത്ത് കളയാൻ പാടില്ലാത്ത കാര്യം. നോക്കാം, നമുക്ക് ഒക്കുന്ന പോലെ ആകട്ടെ. അങ്ങനെ ഒരു പരിപാടി ഉപദേശത്തിന് പറ്റുകയല്ല. ഉപദേശമായി തന്നെ കൊണ്ടുപോകണം. മനുഷ്യജീവിതത്തിൽ ചിലപ്പോൾ ചില തോൽവികളും തട്ടും മുട്ടും അപാകതകളൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരാം. അത് വരാൻ നമ്മൾ പ്രോത്സാഹനം ചെയ്യുകയല്ല, വന്നെന്ന് വരാം എന്ന് വിചാരിച്ച് ഉപദേശത്തെ വെട്ടിച്ചുരുക്കാൻ പാടില്ല. ഉപദേശം ദൈവം നമുക്ക് തന്നതാണ്. അതിൻ്റെ മാന്യതയെ തന്നെ അത് കാത്തു കൊണ്ടുപോകണം. പാസ്റ്റർ അതുപോലെ മറ്റൊരു ചോദ്യമാണ്, പാസ്റ്റർ കർക്കശമായിട്ട് ഉപദേശങ്ങൾ പറയുകയാണല്ലോ പ്രസംഗത്തിലും ജീവിതത്തിലും. അതുകൊണ്ട് അപ്പം ഇങ്ങനെ കർക്കശമായിട്ട് ഉപദേശം പറയുന്നത് കൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? വില കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ
ചില ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. തരും, അല്ല ഇന്നതുപോലെ നമുക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കാം എന്ന് ഒക്കെ വിചാരിച്ചിരുന്ന പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഉപദേശത്തിൻ്റെ വിഷയം മുഖാന്തരമാണ്. എന്നാൽ അതങ്ങനെ പോയെങ്കിലും അറിയാത്ത നാഴികയിൽ ദൈവം, അതിനപ്പുറത്ത് ദൈവം കരുതിയാണ് ഇന്ന് ഇത്രത്തോളം കൊണ്ടുവരുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ നഷ്ടവും ആ കഷ്ടവും അത് വന്നെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? എന്തോ ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെ ത്യാഗം സഹിച്ചതിൻ്റെ, വേണ്ട എന്ന് വെച്ച ചില നന്മകൾ വന്നിട്ട് വേണ്ട എന്ന് വെച്ചതിൻ്റെ ഒരു അനുഭവം പറയാമോ? അതൊരനുഭവം ആണ്. പിന്നെ എൻ്റെ വീടും പോയി ഏത് ഷാജിനെ കണ്ടാലും എന്തെങ്കിലും സാധിച്ച് കിട്ടിയാൽ മതി എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് എന്തിനും ചെന്ന് നമ്മൾ തലയിട്ട് കൊടുക്കാവുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഒരു കൂട്ടർ പേരൂർക്കടയിൽ നിന്ന് തന്നെ വിളിച്ച് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് വീട് വെച്ച് തരാം, നിങ്ങളുടെ വീടൊക്കെ പോയത് അറിഞ്ഞു, ടീമുള്ളതറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ടീമിന് വേണ്ടി സംഭാവന ചെയ്യാം, വണ്ടി തരാം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് മാസം ഒരു ചെറിയ സപ്പോർട്ടും തരാം, നിങ്ങൾ പോയി പ്രവർത്തിക്കുന്നിടത്ത് ആരെങ്കിലും വല്ലതും സഹായിച്ചാൽ അത് നിങ്ങൾ മെഷീനിലേക്ക് അടയ്ക്കേണ്ട, അത് നിങ്ങൾ തന്നെ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണ്, അതിനെ നമ്മൾ നിരാകരിച്ച് പറഞ്ഞില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോട് സംസാരിക്കുന്നവനാണ്. എനിക്ക് അതിനുള്ള പീഡവും കൂടെ ഉണ്ടെങ്കിൽ മാത്രം. അത് ബ്രദറെ, നമുക്കതിനൊരു ഉപദേശമില്ല. ബ്രദറെ വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതൊക്കെ പറയുകയോ പറയാതിരിക്കുകയോ അത് ബ്രദറിൻ്റെ താല്പര്യം. നമ്മൾക്ക് ഉള്ള ചിട്ട അനുസരിച്ച് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ അത്രയും ഒരു പിന്നെ വിഷമം, ഒരു ത്യാഗം, ഒരു ഞെരുക്കം ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അതങ്ങ് വിട്ടു ആ വിഷയം. അതുപോലെ പാസ്റ്റർ അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. ജീവിതത്തിൽ മറക്കാനാകാത്ത ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാമോ? ഏതെങ്കിലും ഓർമ്മ വരുന്ന ദൈവം കരുതിയിട്ടുള്ള അനുഭവങ്ങൾ. കോന്നിക്ക് തെക്ക് കൂടൽ എന്ന സ്ഥലത്ത് ചെന്ന് ഞങ്ങൾ ടീമായിട്ടൊരു യോഗം നടത്തി. ഒരു മാർത്തോമാക്കാൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു. അവിടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, മക്കളെല്ലാം പുറം രാജ്യത്താണ്. അപ്പോൾ യോഗം കഴിഞ്ഞ് ഞങ്ങൾ മൈക്കും എല്ലാം എടുത്ത് അവിടെ തൊഴുത്തിൻ്റെ വരാന്തയെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല. അവർ ചോദിച്ചു, ഉപദേശിമാരൊന്നും കഴിക്കുന്നില്ലയോ? ഓ, ഇവിടെ ഇപ്പോൾ എവിടെ പോയി കഴിക്കാനാ, കടയൊന്നും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുള്ള വാക്ക് ആരോടും പറയുന്നില്ല. ലാസ്റ്റിൽ അവർക്ക് മനസ്സിലായി എന്തോ ഇതിനകത്ത് പന്തികേട് ഉണ്ടെന്ന്. അവർക്കും കഴിക്കാൻ വയ്യ. കാരണം ഞങ്ങളെ ഇരുത്തിച്ച് അവർക്ക് പോയി കഴിക്കാൻ, അവരപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി കഞ്ഞി വേലക്കാരത്തി വന്ന് വിട്ട് പോയിരിക്കുക. അവരിങ്ങനെ വിഷമിച്ച് ഞങ്ങൾ പോയി അപ്പച്ചനും അമ്മച്ചിയും വല്ലതും കഴിച്ചിട്ട് കിടന്നവർക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലയോ, അവരാണ് അവിടെ ഇരിക്കുക. അകന്തപ്പെട്ട് അവിടുത്തെ മർത്തോമാ സഭയിലെ ഒരു സഞ്ചാര ഉപദേശി അദ്ദേഹം അവിടെ വന്നു. ഉടനെ ഈ അപ്പച്ചൻ പറഞ്ഞു, പിന്നെ ശമ്മലൂട്ടി ഇവരൊന്നും കഴിച്ചതല്ല, പിന്നെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്നാ പറഞ്ഞു, എനിക്ക് സംശയം തോന്നി. ഞാനങ്ങ് വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു. പിന്നെ വീട്ടുകാരത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് അവിടെ കണ്ടേച്ച് പോരുന്നത്, വിളിച്ചുകൊണ്ട് വരാത്ത എന്താണെന്ന് ചോദിച്ചു. പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്നു. കുളിയും കഴിഞ്ഞ് വന്ന് പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ ഊണുമേശയുടെ അടുത്തോട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്ന് ഭക്ഷണത്തിനിരുന്നപ്പോൾ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ പഴയ പൗരാണിക ഭക്ഷണമായ കട്ട്ലേറ്റ്, തൈരും പഴം ഉൾപ്പെടെ എല്ലാ വകയും കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ നോക്കുക. ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഭക്ഷണം കഴിച്ചു, അവിടെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അച്ചായൻ പറഞ്ഞു, എനിക്ക് പലയിടത്തും പ്രോഗ്രാം ക്ഷണമുണ്ട്, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകും. നിങ്ങൾ ഇവിടെ എവിടെല്ലാം യോഗ നടത്തുന്നുവോ എല്ലാം നടത്തണം, ഇവിടെ തന്നെ താമസിച്ചു വേണം. ഇന്നലെ കഴിച്ചതുപോലുള്ള ഭക്ഷണം ഇല്ലെങ്കിലും ഇഷ്ടം പോലെ കപ്പ വിളഞ്ഞ് കിടപ്പുണ്ട്, അത് പറിച്ച് പുഴുങ്ങിയോ വേവിച്ച് തരും. ആരെങ്കിലും നിങ്ങളെ ഭക്ഷണത്തിന് വിളിക്കുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് അറിയിച്ചേക്കണം. അപ്പം അത് കണ്ട് ബാക്കി ആരും ക്രമീകരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ശരി ആകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചില ആഴ്ചകൾ അവിടെ താമസിച്ചുകൊണ്ട് ആ ഏരിയയിൽ മീറ്റിംഗ് നടത്തി. അങ്ങനെ തുടർമാനമുള്ള ആത്മബന്ധം ഇന്നുവരെ
83 ആരംഭിച്ചതാണ്. ഇന്ന് വരെ ആ ആത്മബന്ധം ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. ആമേൻ. സ്തോത്രം. ഈ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് 83 നടന്നത് 96 ജൂലൈയിലാണ് പിടികിട്ടുന്നത്. എന്തുവായിരുന്നു സംഭവിച്ചത്? 96 ജൂലൈയിൽ ഞാനൊരിക്കൽ അവിടെ മഴ സമയത്ത് അവിടെ ചെന്ന് ഞാൻ അടുത്ത ഉച്ചയ്ക്ക് എനിക്ക് ചോറ് തന്നു. ഞാൻ കഴിച്ചിട്ട് അവിടുത്തെ കട്ടിലിൽ കിടന്നു. ഒന്ന് ഉറങ്ങി ഒന്ന് ഉണർന്ന് കിടക്കുമ്പോൾ ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ചില സ്ത്രീകൾ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മാവ ഈ കഥ പറഞ്ഞു. പറയാനൊരു കാരണമുണ്ട്. അന്നേരം ഒരു ഉപദേശി അതുവഴി പോയപ്പോൾ ആ വീടിൻ്റെ അവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ കുട ചരിച്ച് പിടിച്ച് പോയി. അമ്മാവ പറഞ്ഞു, എത്രയോ രാപകൽ ഇവിടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദൈവദാസൻ ഏതാണ്ട് ആ പോയ പോക്ക്. അതേസമയം നായി പെരയ്ക്കകത്ത് കട്ടിലെ ഒരു ദൈവദാസൻ കിടക്കുന്നു, നല്ല ഉറക്കമാണ്. ഇത് പറയുമ്പോഴും ഞാൻ കേട്ടുകൊണ്ട് കിടക്കുക. ഉടനെ പറഞ്ഞു, ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെടുവാനൊരു കാരണമുണ്ട്. ഈ അമ്മാവയുടെയും അച്ചായൻ്റെയും രണ്ടുപേരുടെയും കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർ കല്യാണം നടന്ന അടുത്തിടയ്ക്ക് ഇവരെ 2 കുടുംബക്കാരെയും കൂടെ വിരുന്നിന് വിളിച്ചു. അപ്പോൾ ഒരു തിങ്കളാഴ്ചയായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും അവിടെ വെച്ച് വിടുതലിൻ്റെ ശുശ്രൂഷയുണ്ട്. അപ്പോൾ പലരും അവിടെ വരും. അവർക്കും കൂടെ കരുതി ഭക്ഷണം വെച്ചു. എന്തോന്ന് അറിഞ്ഞില്ല, അന്ന് പ്രാർത്ഥനയ്ക്ക് ആരും അങ്ങ് വന്നതുമില്ല. ഈ 2 കുടുംബക്കാരും വിരുന്നായിട്ട് അവരും വന്നില്ല. ഇവർ പറയുന്നത് പിന്നെ അവർ വെളിരാജ്യത്ത് പോകാൻ നേരത്ത് വന്ന് യാത്ര ചോദിക്കാൻ വന്നു. ആ വന്നപ്പോഴെങ്കിലും ഞങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളെന്താണ് വരാത്തതെന്ന് ചോദിക്കേണ്ടത്. ചോദിക്കാൻ ഞങ്ങളുടെ നാക്ക് പൊങ്ങിയില്ല. അപ്പോഴേ ഇത് എങ്ങനെ എടുത്ത് കളയാനൊക്കെ ഇത്രയും രൂപയിൽ മേടിച്ചുണ്ടാക്കിയ ഭക്ഷണം തിന്ന് തീർക്കാൻ ഇവരെ കൊണ്ട് മാത്രം ഒക്കുന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളെ അവിടെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അവർ ഭാര്യയും ഭർത്താവ് അവിടെ പറഞ്ഞു, ഇത് ദൈവത്താൽ സ്ഥാപിച്ച ഒരു സംഗതി അല്ലാതെ ഈ ബന്ധം ഇത് ദൈവം ഒരുക്കി തന്നതാണ്. ആ ആത്മബന്ധം ഇത് ഞാൻ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഇത് കേട്ടു ഞാൻ മൗനമായി ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഭക്ഷണത്തിൽ ദൈവം നടത്തിയ ഒരത്ഭുതം. കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വിളിച്ചവർ തക്ക സമയത്ത് അവരെ ദൈവം അകറ്റി നിർത്തിവെച്ച് അവർക്ക് കൊടുക്കേണ്ട മാന്യമായ ഭക്ഷണം ഞങ്ങൾക്ക് ദൈവം തന്നു. ഇന്ന് ആ കുടുംബക്കാരെല്ലാം ഇന്ന് ന്യൂയോർക്കിലാണ്. ദൈവജനം പറയുന്നത് പോലെ തൻ്റെ ഭക്തന്മാർക്കോ ഒന്നിനും കുറവുണ്ടാകില്ല. ദൈവത്തിന് വിശ്വസ്ത. നമ്മളൊന്നും കാണാതെയല്ലേ പോകുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ആര് തരും, ആര് കുടിക്കാൻ തരുമോ, കിടപ്പാണത് ഒന്നും അറിയാതില്ല. യേശു പറഞ്ഞ പോലെ പോകുവിൻ, അതെ, ബാക്കി ഞാൻ ചെയ്തോളാം. അല്ലെ എത്ര ഭയങ്കരമായിട്ട് കർത്താവ് കരുതിയത്. സ്തോത്രം. ദൈവം വിശ്വസ്തൻ. പാസ്റ്ററിൻ്റെ ഈ കാലഘട്ടത്തിലൊക്കെ പാസ്റ്റർ വിശ്വാസത്താലാണ് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. അല്ലാതെ ഒന്നും കയ്യിൽ കരുതിയിട്ടുമല്ല, ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല. അതെ. ഒരു പക്ഷെ വീട്ടിൽ തിരിച്ചു വരുമോ എന്ന് കൂടെ അറിയത്തില്ല. അതെ അതെ. പോവാണ്. ഇന്നാണെങ്കിൽ മൊബൈലെങ്കിലും മറ്റു ഫോണെങ്കിലും ഫോണുണ്ട്, ഞാനിപ്പോൾ ഇന്നടുത്താണ് എന്നെങ്കിലും. അന്ന് അങ്ങനെയൊന്നും വല്ലതും പറയാനുണ്ട്. പോയെങ്കിൽ പോയി, വന്നെങ്കിൽ വന്നു, ഇത്രയല്ലാതെ ആരറിയുന്നു എന്തോ സംഭവിച്ചാലും ഒന്നുമില്ല. ആമേൻ. ദൈവം അത്ര ഭയങ്കരമായിട്ട് നടത്തുന്നല്ലേ. സ്തോത്രം. സ്തോത്രം. അതുപോലെ പാസ്റ്റർ, ഞാൻ അടുത്ത ചോദ്യം ഇതാണ്. പാസ്റ്ററിൻ്റെ ഫാമിലിയെക്കുറിച്ച്, ഭാര്യ, മക്കൾ, ഒന്ന് അവരെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളോട്? ഞാൻ പിന്നെ 1981 മെയ് 28 കുടുംബസ്ഥനായി. മക്കളായ ഇവർ 3 പേരും ദൈവകൃപയാൽ ജനിച്ചു. അവരെ സാമാന്യമുള്ള നിലയിൽ ഒന്ന് പഠിപ്പിച്ചു. അങ്ങനെ മൂത്തയാൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടു. അയാൾ ഒഴിഞ്ഞു മാറിയതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അയാളോട് തന്നെ നേരിട്ട് ഇടപെട്ട് അങ്ങനെ ശുശ്രൂഷയുടെ പങ്ക്. മകൻ്റെ പേര് സീലാസ് മാനുവേൽ, രണ്ടാമത്തെ ആൾ ജെയിംസ് മാനുവേൽ, മൂന്നാമത്തെ ആൾ ടൈറ്റസ് മാനുവേൽ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാലത്ത് ഒരു വണ്ടി വേണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, വളരെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നേക്കാൾ ഒടുക്കുക ഇറങ്ങി തിരിച്ചവർക്കൊക്കെ വണ്ടിയും കാര്യങ്ങളും, എനിക്ക് വലിയ നൽപ്പുള്ള വണ്ടി വേണമെന്നൊരു സെക്കൻഡ് ഹാൻഡ് ആയാലും ഒരു കുറഞ്ഞ വണ്ടി മതി, പരസ്യമൊക്കെ നടത്തുന്നതല്ലേ. അന്ന് എന്നോട് 2 പേര് ആത്മാവിലുള്ള ദൂതൊന്നുമല്ല, അവർ കണക്കൂട്ടലിൻ്റെ ഒരു ദൂതായിട്ട് അവർ പറഞ്ഞു, ഒരു ഉപദേശിക്ക് വണ്ടി കിട്ടും,
അതിപ്പോഴൊന്നും കിട്ടത്തില്ല. ഉപദേശിയുടെ മക്കൾ പ്രാപ്തിയായി വരുമ്പോൾ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഇടാതാണ്ട് അതിൻ്റെ അടുത്ത് വരെ വണ്ടിയും കൊണ്ടൊന്ന് പോയിട്ട് വാ എന്നൊരുത്തനോട് പറഞ്ഞു വിടണമെങ്കിൽ ഉപദേശിയുടെ മക്കളോട് പറയുന്ന പോലെ വേറൊരുത്തനോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മക്കൾ പ്രാപ്തിയായി വരുമ്പോഴത്തേക്ക് ഉപദേശിക്ക് കിട്ടുന്നു. ഇനി വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രവചനം പറഞ്ഞാലും ഉപദേശി നോക്കിക്കൂ, ഇതല്ലാതെ വേറെ ഒരു പരിപാടിയിൽ പറഞ്ഞു. ആ പറഞ്ഞതുപോലെ സൂക്ഷം ഇയാൾ വണ്ടി ഓടിക്കാൻ പ്രാപ്തിയായപ്പോഴേക്ക് ദൈവം തക്ക സമയത്ത് വണ്ടി തന്നു. അത് കൃപയാൽ ഇന്ന് വരെ ഓരോ വണ്ടി മാറി മാറി ഞങ്ങളിങ്ങനെ ഉപകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭവൻ വേല ചെയ്തു. ഇന്നും വിശ്വസ്തയോടെ അവസരം കിട്ടിയാൽ പരസ്യയോഗം പ്രസംഗിക്കാൻ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗം റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ തലമുറ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി വരുന്നുണ്ട്. ഈ പുതിയ തലമുറയ്ക്ക് പാസ്റ്റർ അനുഭവത്തിൽ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കണം. അവരെ അതവിടെ തൊടുന്നതിന് മുൻപേ അതിന് അടിത്തറ ഞാൻ എൻ്റെ മക്കളിലിട്ട് ഞാൻ പറയാം. ഞാൻ സുവിശേഷ രംഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മകൻ ഒരു ദൈവദാസനോട് ചെന്ന് യാത്ര ചോദിച്ച് അയാൾ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പക്ഷേ എന്തിനാണ് വെറുതെ പോകുന്നത്? നിൻ്റെ പപ്പ എത്ര പഠിച്ചത്, അല്ലെ ഞാൻ എത്ര പഠിച്ചത്? സുവിശേഷപരക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതേക്കുറിച്ച് ലോകജ്ഞാനം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവനെനിക്ക് പോരുത്, അയാളുടെ അറിവ് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ അനുഭവത്തിൻ്റെ ആ ഭാഗമല്ല വേറൊരാൾക്കല്ല എൻ്റെ തലമുറയ്ക്ക് തന്നെ. തീർച്ചയായിട്ടും എല്ലാവരെയും ഒരേ അളവുകളിൽ അളക്കാൻ പാടില്ല. അതെ, ബൈബിൾ കോളേജ് പഠിക്കണമെന്നാണ് ഞാൻ പലരോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പഠിക്കണം, തീർച്ചയായിട്ടും. നീ പഠിച്ച് നിശ്ചയം 150 സങ്കീർത്തനം ദാവീദിൻ്റെ ആണെന്ന് പറഞ്ഞ് നടക്കാതെ പിന്നെ അത് ആരൊക്കെ എഴുതിയെന്നുള്ളത് എങ്ങനെ അത് പഠിക്കണം, ക്രമം പഠിക്കണം. എനിക്കത് ഒത്തില്ല. അത് ദൈവം എന്നെക്കുറിച്ച് അങ്ങനല്ലായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ശീലം എടുത്ത് മറ്റൊരാൾക്കും കൂടെ ഞാൻ പകർന്നു കൊടുക്കുകയല്ല വേണ്ടത്. അതെ, ആത്മീയത്തിൽ വളരേണ്ട ശീലമുണ്ട്, അത് പകർന്നു കൊടുക്കാം. അതെ. അതല്ലാതെ ഞാൻ പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾ പ്രസംഗിച്ചാൽ മതിയെന്നുള്ള ആ ശീലമല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ തലമുറയുള്ള ബന്ധത്തിൽ ഇനി അവിടേക്ക് കിടക്കാം. ഇന്നത്തെ തലമുറയുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവർ പിന്നെ പഠിച്ചു ജോലിക്ക് വേണ്ടി നോക്കി, പലരും, എല്ലാവരും അല്ലതാനും പലരും ജോലിക്ക് വേണ്ടി നോക്കി, ജോലി കിട്ടിയില്ല. വേണ്ടപ്പെട്ടവരുടെ തമ്മിൽ ഒരു കുശൂഷിപ്പ് ഒരു 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 പറച്ചിൽ നടത്തി. ഇപ്പം എന്തോ ചെയ്യാനാ ചെറുക്കൻ്റെ കാര്യം, ഒരു വഴി ഒക്കുന്നുമില്ല. കല്യാണപ്രാപ്തിയായി കല്യാണം നടക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും അവനൊരു പിടിയുണ്ടെന്ന് അറിഞ്ഞെങ്കിലല്ലേ ആരെങ്കിലും ഒരു പെണ്ണ് തരത്തുള്ളൂ. അപ്പോൾ അവൻ്റെ ആൾക്കാരെ ആരെങ്കിലും ബൈബിൾ കോളേജിലുള്ളവരുണ്ട്, നിങ്ങൾ അവനെ ഇങ്ങ് വിടന്ന്, ഞാൻ അവന് അഡ്മിഷൻ മേടിച്ച് കൊടുക്കാം. അപ്പോൾ ബൈബിൾ കോളേജിൽ ഇപ്പോൾ സാധാരണ മലയാളം മീഡിയത്തിൽ പിള്ളേരെ വിടുന്നത് വളരെ തുല്യം ചുരുക്കമാണല്ലോ, എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ. അപ്പോൾ അവിടെ വിട്ട് ബൈബിൾ കോളേജിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ വടക്കേണ്ടിയിലും പോയാൽ ഒരു ജോലി ആയാലും കിട്ടും. അപ്പോൾ അതിന് പോയി. അപ്പോൾ ആര് നോക്കിയാലും വിചാരിക്കും എന്തുവാ, കൊച്ചു സുവിശേഷ വിലയ്ക്ക് വേണ്ടി അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടു. അവൻ്റെ അകത്തെ ലക്ഷ്യം എന്തുവാ, ഇത് കഴിഞ്ഞാൽ വടക്കേണ്ടിയിലായാലും ഒരു ജോലിക്ക് കാരണം. അതാണ് ഇങ്ങനെ ക്ലാസ് പഠിച്ച് ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ പ്രസംഗിക്കുന്ന, ഇങ്ങനെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമ്മളെന്തോ പറയാനാ, അവരുടെ ആ പോക്ക് നമുക്കങ്ങോട്ട് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതേസമയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്താലുള്ള നന്മയും അനുഗ്രഹവും പ്രാപിച്ച്, പക്ഷേ അതിന് സ്വല്പം പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ വില കൊടുക്കേണ്ടി വരും. അതൊന്നും പലർക്കും കഴിയത്തില്ല. അതെ, ഈ ചുടുകട്ട ഉണ്ടാക്കുമ്പോൾ ഈ കൊണ്ട് ചിലർ തറഞ്ഞു കിടക്കുന്ന മണ്ണിൽ കൊണ്ട് കിളച്ചിങ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒന്ന് ചവിട്ടി വെട്ടി കൂട്ടി കോരി അങ്ങോട്ട് ആ പെട്ടിക്കകത്തോട്ട് കോരി ഒഴിച്ച് ഇങ്ങനെ തൂത്ത് തടകി പെട്ടിങ്ങ് പൊക്കിയെടുത്തു. പിന്നെ അടുത്ത ഇത് പെട്ടെന്ന് വെള്ളം തോന്നാൻ ഉടനെ പറക്കി അങ്ങോട്ട് വെച്ച് ചുട്ടിങ്ങെടുത്തു. പക്ഷേ ആ കട്ട വിശ്വസിക്കാൻ ഒക്കെയല്ല. മണ്ണ് കിളച്ചിളക്കി ഇട്ട് പിന്നെ വെള്ളം കോരി ഒഴിച്ച് ഇങ്ങോട്ട് വെട്ടി ചവിട്ടിക്കൂട്ടി പിന്നെ അങ്ങോട്ട് വെട്ടിയിട്ട് ചവിട്ടിക്കൂട്ടി മണ്ണങ്ങ് പശയ്ക്കണം. അങ്ങ് പശച്ച് ആ ചെളി വെട്ടിക്കോരി കരയ്ക്കോട്ട് അങ്ങ് ഇടണം.
ഇട്ടിട്ട് അതവിടെ കിടന്ന് പനിച്ചൊരു പ്രത്യേക മണം വരും. ആ മണം വരുന്ന ചെളി കോരിയിട്ട് അങ്ങോട്ട് കട്ട വാർത്ത് വെയിലടിക്കാതെ കാറ്റ് കൊണ്ട് പിന്നെ ഉണങ്ങി എടുത്ത് ആ കട്ട ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് താഴെ വീണാലും അത് ഉടയത്തുമില്ല. ആ കട്ടയാണ് കട്ട. പക്ഷെ അതിന് സമയം എടുക്കണം, ശലം പാടുപെടണം. ഇതുപോലെയാണ് ആത്മീയ രംഗത്തും നമ്മൾ യഥാർത്ഥത്തിൻ്റെ കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ട അല്പം പാടുപെടണം. അത് ചെയ്യത്തില്ല. ഒറ്റ ഒരു പിടിപ്പീര്, ഒരു മേള, ഒരു കീബോർഡിൻ്റെ ഒരു ശബ്ദത്തിൽ ഒരനക്കം, അതിൽ നമുക്കൊരിക്കലും ഈ യഥാർത്ഥ വചനപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ തൃപ്തിപ്പെടുകയല്ല അതിനകത്ത്. അതൊക്കെ ഞാൻ ഇന്നും അത് പലയിടത്തും വെച്ച് ആ വിഷയം വിവരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിച്ച് വളരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ ഈ മെതുകുമ്പിൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ അനങ്ങുന്നില്ല, അവർ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആരെയും അനക്കാനും പോയില്ല, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ വചനത്തിൻ്റെ ഈടുറ്റ ഭാഗം ഇങ്ങോട്ട് വന്നപ്പോൾ ഹൃദയങ്ങളിൽ ചെന്ന് തട്ടിയപ്പോൾ അവിടെ ഇവിടെ ഇരുന്നത് ആൾക്കാർ അനങ്ങാൻ തുടങ്ങി. ഒരാത്മവിപ്ലവമായിട്ട് ആ കൺവെൻഷൻ അങ്ങ് മാറ്റപ്പെട്ടു. ഞാൻ അവരെ കൊണ്ട് കൈ ഉയർത്തി, നിങ്ങൾ മൗനമായിരിക്കാതെ സൂചിച്ചുകൊണ്ടിരി എന്നും പറഞ്ഞ് വെറുതെ ബഹളമുണ്ടാക്കിയതല്ല. ഞാനിതൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷേ ജനം ചലിച്ചു, നല്ലപോലെ ജനം ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ ചലനം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് കുഞ്ഞുങ്ങളെ അങ്ങനെ നടത്തരുത്, തെറ്റാണ്. അതൊക്കെ ആത്മീയത്തിൻ്റെ പേരിലെ ഒരു ഉപരിവിപ്ലവമെന്നേ ഉള്ളൂ, അതിനകത്ത് പ്രയോജനമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചിലർക്കത് ഇഷ്ടമല്ല. കാരണം അവർക്ക് ജനത്തെ ഇളക്കി ഒന്ന് കാണണം എന്നുള്ള ഒരു താല്പര്യക്കാരാണ്. അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ ഒക്കുന്നില്ല. തീർച്ചയായിട്ടും. പക്ഷേ കർത്താവ് നടത്തിയ വഴികൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അപ്പച്ചൻ്റെ ശുശ്രൂഷയിൽ ഉള്ള കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയുവാൻ ഒരവസരം ദൈവം തന്നല്ലോ. അതെ. അപ്പോൾ വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങളുമായി ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ. സ്തോത്രം. പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ, പ്രേക്ഷകരുടെ പേരിലും ഞങ്ങൾ പാസ്റ്ററിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ വന്ന് എളിയവരായ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഈ ഒരു ശുശ്രൂഷ ചെയ്തതിൽ അതിയായ ഒരു സന്തോഷമുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ വളരെ കാലപ്പഴക്കമുള്ള കേസുകളെ ഒന്നുകൂടൊന്ന് ഇളക്കി കൊണ്ടുവന്ന് അതിനെ ആത്മീകമായ നിലയിൽ ചൂടാക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്ന പ്രിയപ്പെട്ട ഹാർവസ്റ്റ് ടി വിക്കാരെ ദൈവനാമത്തെ ഞാൻ ഓർക്കുന്നു. ചുരുങ്ങിയ ചില വർഷങ്ങൾക്ക് മുൻപ് അവിടേക്ക് പാസ്റ്റർ ഷമീറിൻ്റെ കെയറോപ്പിൽ എന്നെ കൊണ്ടുപോവുകയും സംസാരിക്കുകയും അവിടെ ചില വിഷയങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും അതിന് മറുപടി ഞാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു. വളരെ ആദരവോടെ എന്നെ ആദരിച്ച് അവിടുന്ന് യാത്ര അയച്ചു. വീണ്ടും അതിലുള്ള ചില അംഗങ്ങളോട് എൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരിനി പോകുന്നിടത്തും വളരെ അനുഗ്രഹമായ നിലയിൽ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ഇടയാകുമാറാകട്ടെ. റാന്നി കരിമ്പ്ലാവ് CS മാത്യു സാർ അവരുടെ മക്കളുടെ അടുക്കിലേക്കാണല്ലോ പോകുന്നത്. അനുഭവങ്ങളുടെ കലവറ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ദൈവം അവിടെ ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുപ്രായം മുതൽ അവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ട് വളർന്നു വരികയാണ്. ഇപ്പോഴും നമ്മളത് പലയിടത്തും എടുത്തെടുത്ത് പറയുന്ന കൂട്ടത്തിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അവരുടെ ഇപ്പോൾ ON രാജകുട്ടി എന്ന് പറയുന്ന പാസ്റ്ററുടെ ഭാര്യ എഴുതിയ പാട്ടാണ് ഞാൻ പാടി ലോകപ്രശസ്തമായി ആ പാട്ട് തീർന്നത്. എന്ന് മേഘയെ വന്നിടും എൻ്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നു എന്നുള്ള പാട്ട്. അങ്ങനെയൊക്കെ ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരുടെ പാട്ടുകൾ പലതും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഈ ഒരു സമയത്ത് തമ്മിൽ കാണുവാൻ ദൈവം അവസരം തരട്ടെ. ഇല്ലെങ്കിൽ ഒരിക്കലും ആശീർവാദം പറഞ്ഞ് കൈ കൊടുത്ത് പിരിയേണ്ടാത്തതായ മഹത്വമുള്ള ഒരു ആരാധനയായി മഹത്വത്തിൽ നമുക്ക് കൂടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നുകൂടെ ഓർമ്മിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ദീർഘവർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്ത് ഏകദേശം 53 വർഷത്തോളമായി അന്ന് രക്ഷിക്കപ്പെട്ട നാളുകൾ പ്രാപിച്ച അതേ ആത്മീയ അനുഭവം ഒട്ടും ചോരാതെ ഈ 70 വയസ്സ് കഴിഞ്ഞ ഈ സമയത്തിലും കർത്താവിന് വേണ്ടി ചുറുചുറുക്കോടെ നിൽക്കുവാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജന്മന കാഴ്ചയില്ല,
പക്ഷേ പുറമേ കാഴ്ചയില്ലെങ്കിലും ദൈവം അകത്ത് കൊടുത്ത ഉൾക്കാഴ്ച അപാരമാണ്. ദൈവത്തിന് വചനം ഹൃദയസ്ഥമാക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും താൻ കാണിക്കുന്ന ശുഷ്കാന്തി വലുതാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, എത്രത്തോളമാണ് പരസ്യയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്? ഏകദേശം 3000-4000 കാരണം 53 വർഷം കൊണ്ട് കവലപ്രസംഗങ്ങൾ നടത്തുകയാണ് പല സ്ഥലങ്ങളിൽ. ഇന്നും കൺവെൻഷനുകൾ ഏറ്റവും പ്രിയം ഇതുപോലത്തെ പരസ്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ജനങ്ങൾ ധാരാളം, ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ ധാരാളം. നിശ്ചയമായിട്ടും നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെയ്ക്കും ഒരു കിളിർപ്പുകളും കണ്ടില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ റിസൾട്ടുകൾ അതിലുണ്ടാകും. നിങ്ങളാരും ചില പ്രവർത്തനം ചെയ്തിട്ട് ഒന്നും വന്നില്ലല്ലോ, ഒന്നും നടന്നില്ലല്ലോ എന്നൊരു മാനസികമായി ടെൻഷൻ അടിക്കുകയായിരുന്നു. ദൈവം കൂടെ ഉണ്ടാകും. നിശ്ചയമായിട്ടും സ്തോത്രം. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുന്നോ അതിൽ വിശ്വസ്തയോടെ നിൽക്കുക. കർത്താവ് നിങ്ങളെ വളർത്തും. വിട്ടുപോകരുത്, ഉപേക്ഷിക്കരുത്, കൃപയിൽ പിടിച്ചു നിൽക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാതെ വിടത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ സ്തോത്രം, ദൈവം സ്തോത്രം നീതിമാനെ ഒരിക്കലും കൈവിടത്തില്ല. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉത്തേജനമായി മാറി ഞാൻ കരുതുകയാണ്. പ്രാർത്ഥിക്കാം. ദൈവം എവിടെ നിങ്ങൾ വെച്ചോ അവിടെ വിശ്വസ്തത വളരുവാൻ ദൈവം സഹായിക്കുമാറട്ടെ. ഈ വാർദ്ധക്യ സമയത്തിൽ ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയ പിതാവ്. ഈ സമയത്തും ചുറുചുറുക്കോടെ നമ്മുടെ മധ്യ വന്ന് ദൈവത്തിൻ്റെ അത്തരം അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ആസനം അറിയിക്കുന്നു. വളരെ നന്ദി. മേ ഗോഡ് ബ്ലെസ് യു. പാസ്റ്ററിനെയും പാസ്റ്ററിൻ്റെ ഫാമിലിയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.